നമുക്ക് മറ്റൊരു ചെറിയ സംസ്ഥാനത്തേക്ക് ഒന്ന് പോകണം മഞ്ജുഷ. ഇത് മറ്റൊന്നുമല്ല, ഗോവയിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. ഗോവയിൽ 2 സീറ്റുകൾ നമുക്കറിയാം. 2 സീറ്റുകൾ മാത്രമുള്ള സംസ്ഥാനത്ത് അതേ പഴയപടി തന്നെ കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. 1-1 അതിൽ വലിയ വ്യത്യാസം വരുവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നമുക്കറിയാം ഗോവ 86 എന്ന രീതിയിൽ ടാലി പോയിരിക്കുകയാണ്. അതിനിടെ ഈ ഉത്തർപ്രദേശിലെയൊക്കെ ആദ്യ ചില കണക്കുകൾ വന്നിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിലെ 1 തൊട്ട് 3 വരെയുള്ളതാണെന്ന് തോന്നുന്നു. 1 തൊട്ട് 3 വരെയുള്ള പല സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്ക് അടുത്ത സംസ്ഥാനം ഗോവ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട്, അതായത് ഇന്ത്യ സഖ്യം പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി 15 മുതൽ 28 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നാണ് മഹാരാഷ്ട്ര പ്രവചനം. ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ രീതിയിലേക്ക് തന്നെയാണ് മഹാരാഷ്ട്ര പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ്, പ്രചാരണ സമയത്ത് കണ്ടതുപോലെ തന്നെയാണ് 32 മുതൽ 35 വരെ സീറ്റുകൾ NDA സഖ്യം നേടിയേക്കാം. കാരണം NDAയും അവശിഷ്ട ശിവസേനയും അവശിഷ്ട NCPയും ഉള്ള ഒരു സഖ്യമാണ് അവിടെ എന്ന് നമുക്കറിയാം. 32 മുതൽ 35 വരെ സീറ്റുകൾ NDA സഖ്യം നേടിയേക്കാം. 15 മുതൽ 28 വരെ സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നത്. ഏതാണ്ട് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് പറയുമ്പോൾ 41 സീറ്റുകൾ കഴിഞ്ഞ തവണ BJPയും ശിവസേനയും കൂടി നേടിയ ഒരു സംസ്ഥാനത്താണ് ഇത്തവണ 32 സീറ്റുകളിലേക്ക് പോലും 32 സീറ്റുകളിലേക്ക് പോലും NDA താഴ്ന്നേക്കാം. അതായത് BJPയും ശിവസേനയുടെ പകുതിയും അതുപോലെ NCPയുടെ പകുതിയും സഖ്യത്തിന് ആദ്യ തിരിച്ചടി ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കാം. 28 സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ അങ്ങനെ 28 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടിയാൽ 20 സീറ്റുകളിലേക്ക് NDA താഴും മഹാരാഷ്ട്രയിൽ. അങ്ങനെ ഒരു പ്രത്യേകതയും അവിടെ കാണുന്നുണ്ട്. അവിടെ BJPയുടെ സീറ്റ് എണ്ണവും പ്രധാനമാണ്. BJPക്ക് എത്ര സീറ്റ് കിട്ടുന്നുള്ള നമുക്ക് അതിന്റെ കണക്കുകളിലേക്ക് ശ്രീ ജി ഗോപകുമാർ, ഈ കണക്കിൽ താങ്കൾ വിശ്വാസം പുലർത്തുന്നുണ്ടോ? അവിടെ വേണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് NDA സഖ്യത്തെ അട്ടിമറിക്കാം മഹാരാഷ്ട്രയിൽ, അങ്ങനെയാണ് കണക്ക് പറയുന്നത്. 15 മുതൽ 28 വരെ, 32 മുതൽ 35 വരെ ആണെങ്കിൽ പോലും 28 സീറ്റുകൾ വരെ വേണമെങ്കിൽ കിട്ടാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു സാഹചര്യത്തിൽ BJPയേക്കാൾ കൂടുതൽ സീറ്റുകൾ, NDAയേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടാം ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ. അല്ല, ഇതിനകത്ത് ഈ ഡേറ്റ ശരിയായിട്ട് വരാനാണ് സാധ്യതയുള്ളത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു ചെറിയ ഒരു മുൻതൂക്കം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ശരത് പവാറിനോടും ഉദയ് താക്കറെയോടൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ചൊരു സിമ്പതിയുണ്ട്. അതേസമയം മറുവശത്ത് നിൽക്കുന്നവർ ഒട്ടും കുറവല്ല. അജിത് പവാറും മോശമല്ല, ഷിൻഡെയും മോശമല്ല. BJPക്ക് ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ വളരെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ തുല്യമായിട്ട് സീറ്റുകൾ കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇത് മിക്കവാറും